നമസ്കാരം. നാം പറയുന്ന ഓരോ വാക്കിനും ശക്തി ഉണ്ടാകുന്നതാണ്. അതിനാൽ പറയുന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായും പ്രതികൂലമായും ഫലിക്കുന്നതുമാകുന്നു. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരേപോലെ തന്നെയാകുന്നു. നാം പറഞ്ഞതായ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതുമല്ല. പല ബന്ധങ്ങളെയും അത് ഇല്ലാതാക്കുകയും ചെയ്യും. നമ്മളിൽ വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ അഥവാ അർഹതപ്പെട്ടതായ കാര്യങ്ങൾ പോലും നഷ്ടമാകുവാനും ഇതിലൂടെ കാരണം ആകുന്നതുമാണ്. നാം ഒരു വ്യക്തിയോട് ഇനി അല്ലെങ്കിൽ ഇന്നേ ദിവസം കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും പണമോ മറ്റോ നൽകാം എന്ന് പറഞ്ഞ് ചിലർക്ക് ആ വാക്ക് പാലിക്കുവാൻ സാധിക്കണം എന്നില്ല. നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കാത്തതായ അവസ്ഥയും പലരും അനുഭവിക്കുന്നതാകുന്നു. നമ്മുടെ വാക്കുകളാൽ നമുക്ക് ഉയർച്ച കൈവരിക്കുവാൻ ഇനി പറയും വിധം ഒരു മന്ത്രം ജപിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതിന് കാരണമായി തീരും. നാവിൽ സരസ്വതി വിളയാടും എന്ന് തന്നെ പരാമർശിക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് സമയത്തെക്കുറിച്ചാകുന്നു. ബ്രാഹ്മമുഹൂർത്തം അഥവാ വെളുപ്പിന് 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം ഏറ്റവും ഉത്തമമാകുന്നു. സാധിക്കാത്തവരാണ് എങ്കിൽ രാവിലെ 10 മണിക്കുള്ളിലുള്ള സമയം. സാധിക്കാത്തവരാണ് എങ്കിൽ രാവിലെ 10 മണിക്കുള്ളിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയവും ഉചിതം തന്നെയാകുന്നു. സാധിക്കാത്തവർ 11 മണിക്കുള്ളിൽ രാത്രി 11 മണിക്കുള്ളിൽ ചെയ്യുവാൻ ശ്രമിക്കുക. താഴെ ഇരുന്നാണ് ഈ മന്ത്രം ഉരുവിടുന്നത് എങ്കിൽ നിലത്ത് ഇരിക്കരുത്. പായ വിരിച്ചോ അല്ലെങ്കിൽ തുണി വിരിച്ചോ ഇരിക്കുക. കസേരയിൽ ഇരിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ നിന്നുകൊണ്ട് ജപിക്കരുത് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഈ വാക്ക് അഥവാ ഈ മന്ത്രം പറയുമ്പോൾ ശരീരശുദ്ധി നിങ്ങൾ നിലനിർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അഥവാ നിർബന്ധം തന്നെയാകുന്നു. തല നനച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കുവാൻ പാടൂ. ഗ്രാമ്പു അഥവാ 2 ഗ്രാമ്പു ആവശ്യമാകുന്നു. കേടുപാടുകൾ ഇല്ലാത്തവയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ പറയുന്നതായ വാക്ക് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഫലിക്കണം എന്നില്ല. നിങ്ങൾ ദിവസവും 30 ദിവസം അടുപ്പിച്ച് തന്നെ ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. അതിനാൽ നിത്യവും 30 ദിവസം മുടങ്ങാതെ ഈ കാര്യം ചെയ്യുക. സ്ത്രീകൾ മാസമുറയുള്ള സമയം ഒഴിവാക്കി 30 ദിവസം കണക്കാക്കുക. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഇടയ്ക്ക് നിന്നു പോയാൽ വീണ്ടും 1 മുതൽ ആരംഭിക്കേണ്ടതാകുന്നു. അഥവാ വീണ്ടും 30 ദിവസം തന്നെ ചെയ്യണം. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി നാം ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം, ഒരു ഗ്ലാസ്സിൽ ശുദ്ധജലം എടുത്തു വയ്ക്കുക. മന്ത്രജപ സമയം നമ്മുടെ വലതുവശത്താണ് ചില്ല് ഗ്ലാസ്സിൽ വെള്ളം വയ്ക്കേണ്ടത്. നിങ്ങൾ മന്ത്രം ജപിച്ചതിന് ശേഷം ഈ ജലം പാനം ചെയ്യണം അഥവാ കുടിക്കണം. ഇതിൽ തുളസിയിലയിട്ട് വയ്ക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സാധിക്കുന്നവർ ആ കാര്യം ചെയ്യുക. എന്നാൽ ഏകാദശി ദിവസം തുളസി പറിച്ച് വയ്ക്കുവാൻ പാടുള്ളതല്ല അഥവാ പറിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ തലേ ദിവസം തന്നെ പറിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യവും ഓർത്ത് ചെയ്യുക. ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നാം നൽകണം. കിഴക്ക് ദിശയിലേക്ക് ദർശനമായാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. 108 തവണ ഈ മന്ത്രം ജപിക്കണം. അതിനാൽ ഏകാഗ്രത നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം മനസ്സിലേക്ക് മറ്റ് ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ, ദുഷ്ചിന്തകൾ വരാൻ പാടുള്ളതല്ല. ആ കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യം, മാംസം, ലഹരി കഴിവതും നിങ്ങൾ ഒഴിവാക്കണം. കഴിക്കണം എന്ന് നിർബന്ധം ഉള്ളവർ രാവിലെ നിങ്ങൾ മന്ത്രജപം നടത്തുക. ശേഷം 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മത്സ്യമോ മാംസമോ കഴിക്കാവുന്നതാണ്. എന്നാൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. ലഹരി പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. ഒട്ടും പാടുള്ളതല്ല. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് 2 ഗ്രാമ്പു വായിൽ വയ്ക്കുക. പ്രത്യേകിച്ചും കവിളിന്റെ അടുത്തായി വയ്ക്കണം. മന്ത്രജപശേഷം ഈ ഗ്രാമ്പു ചവച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്ത് കളയുകയോ ചെയ്യാം.
ഇനി മന്ത്രത്തെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആ സവിശേഷമായ മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം ക്ലീം വാഗ് ദേവതായ നമഃ എന്നാകുന്നു. ഓം ക്ലീം വാഗ് ദേവതായ നമഃ എന്നാണ്. ഈ മന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കുക. അധികം സ്പീഡ് കൂടാതെ തന്നെ ഈ മന്ത്രജപം പൂർത്തിയാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ആദ്യം ഓം ഗം ഗണപതയെ നമഃ എന്ന് 3 തവണ ജപിച്ചതിന് ശേഷമാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത്. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. നിത്യവും ഒരേ സമയം ഈ മന്ത്രം ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും. നാം പറയുന്നത് ഫലിക്കും എന്നാണ് പറയുക. നമ്മുടെ സംസാരത്താൽ പല ഗുണാനുഭവങ്ങളും വന്നു ചേരും. ഭാഗ്യം, സൗഭാഗ്യം വന്നു ചേരും. എന്നാൽ മറ്റുള്ളവരുടെ ദോഷത്തിനായുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകളാൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ പ്രധാനപ്പെട്ട മന്ത്രം ജപിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക.